നിങ്ങൾക്ക് തെറ്റിയോ? തെറ്റിയെന്നാണ് എനിക്ക് തോന്നിയത്. ഇത് ബംഗാളിലെ ഏതോ ഒരു ഗ്രാമമല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പെരുമ്പാവൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബംഗാളികളും അന്യ സംസ്ഥാനക്കാരും ജീവിക്കുന്നത് ഉച്ചക്കടയാണെന്ന് തോന്നുന്നു. എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം, കൃത്യമായിട്ട് എനിക്കറിയാൻ വയ്യ. എന്നാലും പ്രഭാതമായി കഴിഞ്ഞാൽ ഈ ബംഗാളികളെ കാണാൻ കുമാരി ഇവിടെ എത്തും. ആരാണ് കുമാരി? നമുക്ക് നോക്കാം. കുമാരിക്ക് ബംഗാളികളെ കണ്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കുമാരി, ഒന്ന് നമ്മുടെ നാട്ടുകാരെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. എന്നും രാവിലെ ഇവിടെ വരാറുണ്ടോ? എന്നും രാവിലെ വരാറുണ്ട്. രാവിലെ വരും. ലോട്ടറി ടിക്കറ്റ് ഇവരെ എടുക്കാറുണ്ടോ? ലോട്ടറി ടിക്കറ്റ് ഇവർ എടുക്കാറുണ്ട്. രാവിലെ വരുമ്പോൾ എത്ര ടിക്കറ്റ് പോകും? ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രൈസുകൾ കുറവ്. ടിക്കറ്റിൽ ഇവർ കുറച്ചാണ് ടിക്കറ്റുകൾ എടുക്കുന്നുണ്ട്. അപ്പോഴിപ്പോൾ 50 ടിക്കറ്റൊക്കെ പോവുള്ളൂ. 50 ടിക്കറ്റ് 5 മണിയാകുമ്പം വരും. 12, 1 മണിയൊക്കെ ആകുമ്പോഴേ 50 ടിക്കറ്റ് ചിലവുള്ളൂ. 50 ടിക്കറ്റ് വിൽക്കുമ്പോൾ എത്ര രൂപ കിട്ടും? 50 ടിക്കറ്റ് വിൽക്കുമ്പോഴേ 1200-3000 കിട്ടും. അപ്പോൾ 2500. 2500 അല്ല, എത്ര രൂപ നമുക്കതിൽ പിന്നെ നമ്മുടേതായ രീതിയിൽ കിട്ടും? 400 രൂപ കിട്ടും. 400 രൂപ നമുക്ക് 400 രൂപ. അപ്പോൾ 12 മണി വരെ കച്ചവടം ഉള്ളൂ. 12, 1 മണിയൊക്കെ ആവും 50 ടിക്കറ്റ് തീരുമ്പോഴേ. ഇപ്പം പ്രൈസുകളില്ലാത്തതുകൊണ്ട് ആരും ടിക്കറ്റുകളൊന്നും എടുക്കുന്നില്ല. സാധാരണ ഈ ബംഗാളികളെ ഉദ്ദേശിച്ചാണ് രാവിലെ ഇവിടെ തന്നെ വരുന്നത്. ബംഗാളികൾ ഉദ്ദേശിച്ച് രാവിലെ പറഞ്ഞ ഇവിടെ. ഇപ്പോൾ എവിടെയാണ് വീട്? കോട്ടാൾക്കോണം. സ്കൂളിന്റെ അടുത്ത് 4-5 കിലോമീറ്റർ ഇല്ലേ? 4-5 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ രാവിലെ എത്ര മണിക്ക് ഇവിടെ എത്തും? 5-5:30 ആവും. നടന്നാണ് പറഞ്ഞത്. നടന്നാണ് വരുന്നത്. 5:30 വന്നിട്ട് പിന്നെ ഇവിടെ 8 മണിയൊക്കെ നിൽക്കും. 8 മണിയാകുമ്പോ ഈ ബംഗാളികളെല്ലാം ജോലിക്ക് പോകും. ഇവര് സ്ഥിരമായിട്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഒരാളെടുത്തില്ലെങ്കിൽ വേറെ ഒരാളെടുക്കും. സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ട്. മലയാളികളും എടുക്കുന്നുണ്ട് ടിക്കറ്റ്. എങ്ങനെ പോയിരുന്നാലും രാവിലെ 7 മണിക്ക് മുമ്പ് ഒരു 50 ടിക്കറ്റ് എങ്കിലും കിട്ടും. തീരില്ല. 50 ടിക്കറ്റ് തീരില്ല. 12, 1 മണിയാവും ടിക്കറ്റ് തീരുമ്പോൾ. എന്താണ് പേര്? കുമാരി എന്ന്. വീട്ടിലാരൊക്കെ ഉണ്ട്? എൻ്റെ ഭർത്താവ്, ഞാൻ, എൻ്റെ മോള്. ഭർത്താവിന് എന്തോ ജോലി? ടിക്കറ്റ് കച്ചവടം തന്നെ. ലോട്ടറി കച്ചവടം. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു മോളുണ്ട് കെട്ടിച്ചയച്ച്. ഒരു മോള് മാത്രമേ ഉള്ളൂ. ഒരു മോള് മാത്രം. ശരി.